JKR അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A commits theft on property in asserts possession, and while committing this theft he has a loaded pistol under his garment, having provided this pistol for the purpose of hurting Z in case Z should resist. He has committed the offense of. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഇസ്രഡിന്റെ കൈവശമുള്ള വസ്തുവില് മോഷണം നടത്തുന്നു. ഈ മോഷണം നടത്തുമ്പോൾ വസ്ത്രത്തിനിടയിൽ ഒരു ലോഡ് ചെയ്ത പിസ്റ്റൾ അയാൾ സൂക്ഷിക്കുന്നു. ഇസഡ് എതിർത്താൽ ഇസഡിനെ വേദനിപ്പിക്കാൻ വേണ്ടി ഈ പിസ്റ്റൾ അയാൾ നൽകിയിട്ടുണ്ട്. എ ചെയ്ത കുറ്റം അതാണ് ചോദിച്ചിട്ടുള്ളത്. എ ഹാസ് കമ്മിറ്റ് ദ ഒഫൻസ് ഓഫ്. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. തെഫ്റ്റ് ആഫ്റ്റർ പ്രിപ്പറേഷൻ മെയ്ഡ് ഫോർ കോസിങ് ഡെത്ത് ഓർ ഹാർട്ട്. തെഫ്റ്റ് ആഫ്റ്റർ പ്രിപ്പറേഷൻ മെയ്ഡ് ഫോർ കോസിങ് ഡെത്ത് ഓർ ഹാർട്ട്. അതായത് മരണമോ പരിക്കോ വരുത്താൻ തയ്യാറെടുപ്പുകൾ നടത്തിയ ശേഷമുള്ള മോഷണം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? താഴെ പറയുന്നവയിൽ 4 സ്റ്റേറ്റ്മെന്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് അത് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. ആദ്യം നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഒന്ന്, കൾപ്പബിൾ ഹോമിസൈഡ് ഈസ് ജനസ് ആൻഡ് മർഡർ ഇറ്റ്സ് സ്പെസി. അതായത് കുറ്റകരമായ കൊലപാതകം ഒരു ജനുസാണ്, പക്ഷേ അത് അതിൻ്റെ ഇനമാണ് ചോദിച്ചിട്ടുള്ളത് ഒന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ, ഓൾ മർഡർ ഈസ് കൾപ്പബിൾ ഹോമിസൈഡ് ബട്ട് നോട്ട് വൈസ് വേഴ്സ. അതെന്താണ്? എല്ലാ കൊലപാതകവും കുറ്റകരമായതാണ്, പക്ഷേ തിരിച്ചുമല്ല എന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ഓൾ മർഡർ ഈസ് കൾപ്പബിൾ homicide and all culpable homicide is a murder. അതെന്താണ് പറഞ്ഞേക്കുന്നത്? സാധാരണയായി കൊലപാതകത്തിന് പ്രത്യേക സ്വഭാവ സവിശേഷതകൾ കൂടാതെ കുറ്റകരമായ കൊലപാതകമെന്ന് കൊലപാതകമായി കണക്കാക്കാത്ത കുറ്റകരമായ കൊലപാതകമാണ്. അപ്പോൾ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. അതാണ് ഓപ്ഷൻ എ, ബി, സി, ഡി ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? 4 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. അതായത് only 1, 2 and 4 are കറക്റ്റ്. only 1, 2 and 4 are കറക്റ്റ്. അടുത്ത ചോദ്യം. Adultery has been decriminalized in India as it violates. അതായത് ഇന്ത്യയിലെ വ്യഭിചാരം കുറ്റകൃത്യമല്ലാത്തതാക്കിയിരിക്കുന്നു. കാരണം അത് എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? Adultery has been decriminalized in India as it violates Articles 14, 15 and 21. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. A finds the key of Z's house door which Z had lost and commits house trespass by entering Z's house. Having opened the door with that key, A has committed the offense of. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഇസഡ് നഷ്ടപ്പെട്ട ഇസഡിന്റെ വീട്ടുവാതിലിന്റെ താക്കോല് എ കണ്ടെത്തുകയും ആ താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന് ഇസഡിന്റെ വീട്ടിൽ അതിക്രമിച്ച് കടക്കുകയും ചെയ്യുന്നു. എ ചെയ്ത കുറ്റം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? ഹൗസ് ബ്രേക്കിംഗ് ആണ് അല്ലേ. ഹൗസ് ബ്രേക്കിംഗ്. അടുത്ത ചോദ്യം.
കിഡ്നാപ്പിംഗ് ഫ്രം ലോഫുൾ ഗാർഡിയൻഷിപ്പ് ക്യാൻ ബി കമ്മിറ്റഡ് എഗനിസ്റ്റ്. അതായത് നിയമപരമായ രക്ഷാകർത്തൃത്വത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകൽ കുറ്റം ചുമത്താവുന്നതാണ്. ഏതാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? കിഡ്നാപ്പിംഗ് ഫ്രം ലോഫുൾ ഗാർഡിയൻഷിപ്പ് ക്യാൻ ബി കമ്മിറ്റഡ് എഗനിസ്റ്റ് ഓപ്ഷൻ സി ആണല്ലേ. എ മെയിൽ അണ്ടർ 16 years ഓഫ് ഏജ് ഓർ ഫീമെയിൽ അണ്ടർ 18 years ഓഫ് ഏജ് ഓർ എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. 16 വയസ്സിന് താഴെയുള്ള പുരുഷൻ അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള സ്ത്രീ അല്ലെങ്കിൽ മാനസിക അവസ്ഥ ഇല്ലാത്ത വ്യക്തി. അതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. എ ഈസ് വാക്കിംഗ് ഓൺ ദ റോഡ്. ബി കംസ് ഓൺ എ മോട്ടോർ സൈക്കിൾ ഫ്രം ബിഹൈൻഡ് ആൻഡ് pulls an earring from her ear and thereby tears his ear. B is guilty of. അതായത് എ റോഡിലൂടെ നടന്ന് നീങ്ങുകയാണ്. ബി പിന്നിൽ നിന്ന് ഒരു മോട്ടോർ സൈക്കിളിൽ നിന്ന് അവളുടെ ചെവിയിൽ നിന്ന് ഒരു കമ്മൽ ഊരിയെടുക്കുകയും അതുവഴി എയുടെ ചെവി കീറുകയും ചെയ്തു. ബി ചെയ്ത കുറ്റം ബീസ് ഗിൽട്ടി ഓഫ് ഏതാണ്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, റോബറി ആണല്ലേ അത്. ഏതാണ്? ബി ഈസ് ഗിൽട്ടി ഓഫ് റോബറി. അടുത്ത ചോദ്യം. വിച്ച് ഈസ് കറക്റ്റ്? ആസ് പെർ ദ ഡിസിഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ഇൻ സ്മൃതി തുക്കാരം ബാത്തെ v state of Maharashtra 2022 SCC online essay 88 vulnerable witness include 4 സ്റ്റേറ്റ്മെന്റ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചതിന് 5 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. 5 സ്റ്റേറ്റ്മെന്റ് വായിച്ചതിന് ശേഷം ഡിസബിലിറ്റി ഹൂ ഈസ് കൺസിഡർഡ് ടു ബി എ vulnerable witness by the competent court ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബി സി ഡി. അപ്പോൾ ഈ സ്മൃതി തുക്കാറാം ബദാഡെ സംസ്ഥാനം മഹാരാഷ്ട്ര 2022 SCC ഓൺലൈൻ SC 88 എന്ന കേസിൽ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ദുർബലമായ സാക്ഷികളിൽ ഉൾപ്പെടുന്നവർ അതാണ് ചോദ്യം വന്നേക്കുന്നത്. ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. അതായത് 1, 2, 3, 4 ആൻഡ് 5, 6 കറക്റ്റ്. എല്ലാം ശരിയാണല്ലേ. ചൈൽഡ് വിറ്റ്നസ്, വിക്ടിംസ് ഓഫ് സെക്ഷൽ അസാൾട്ട് റെസ്പെക്റ്റീവ് ഓഫ് ദെയർ ഏജ്, വിക്ടിംസ് ഓഫ് സെക്ഷൽ അസാൾട്ട് റെസ്പെക്റ്റീവ് ഓഫ് ദെയർ ജെൻഡർ, വിക്ടിംസ് ഓഫ് സഫറിംഗ് ഫ്രം മെന്റൽ ഇൽനെസ്. 5 ഏതാണ്? എനി സ്പീച്ച് ഓർ ഹിയറിംഗ് ഇംപയർഡ് ഇൻഡിവിജ്വൽ ഓർ എ പേഴ്സൺ സഫറിംഗ് ഫ്രം എനി അതർ. അതെല്ലാം കറക്റ്റ് ആണല്ലേ. അടുത്ത ചോദ്യം. പ്രൊപ്രൈറ്ററി റൈറ്റ്സ് മീൻ എ പേഴ്സൺസ് റൈറ്റ് in relation to his own property, whereas personal rights are rights arising out of any contractual obligation or rights that relate to status. Based on the above statement, which is correct? അതായത് ഉടമസ്ഥാവകാശം എന്നാൽ സ്വത്തുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ അവകാശമാണ്. അതേസമയം വ്യക്തിപരമായ അവകാശങ്ങൾ എന്നത് പദവിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കരാർ ബാധ്യതയിൽ നിന്നോ അവകാശങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന അവകാശം ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിലേതാണ് ശരി ഉത്തരം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ഡി ആണല്ലേ. പ്രൊപ്രൈറ്ററി റൈറ്റ്സ് ആർ ട്രാൻസ്ഫറബിൾ വേറാസ് പേഴ്സണൽ റൈറ്റ്സ് ആർ നോൺ ട്രാൻസ്ഫറബിൾ. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. കമ്പനീസ് ക്യാൻ ബി ഹെൽഡ് ലയബിൾ ഫോർ ഒഫൻസസ് പണിഷബിൾ വിത്ത്. അതായത് ഈ ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങൾക്ക് കമ്പനികളെ ബാധ്യസ്ഥരാക്കാം.
4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ, ബി, സി, ഡി ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. 1, 3, 4 കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് ഫൈൻ ഒൺലി. 3 ഏതാണ്? ഫൈൻ ഓർ ഇംപ്രസൺമെന്റ്. 4 ഏതാണ്? ഫൈൻ ആൻഡ് ഇംപ്രസൺമെന്റ്. ഇതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം. എ goes to a marriage function and finds a valuable ring on the table. Not knowing to whom it belongs, he picks it up and puts it in his pocket without attempting to discover the owner of the ring. The next day he sells it. A is liable for. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? എ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ മേശപ്പുറത്ത് ഒരു വിലപിടിപ്പുള്ള മോതിരം കണ്ടെത്തുന്നു. അത് ആരുടേതാണെന്ന് അറിയില്ല. മോതിരത്തിന്റെ ഉടമയെ കണ്ടെത്താൻ ശ്രമിക്കാതെ അയാൾ അതെടുത്ത് പോക്കറ്റിൽ ഇടുന്നു. അടുത്ത ദിവസം അയാൾ എന്ത് ചെയ്യുന്നു? അത് വിൽക്കുന്നു. എ ചെയ്ത കുറ്റം. എ ആണ് ഇതിന്റെ ഉത്തരവാദി. അപ്പോൾ ഇതിന്റെ എന്താണ്? ഇതിന്റെ എ ഇസ് ലയബിൾ ഫോർ എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ലയബിൾ ഫോർ ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ആണ് അല്ലേ? ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ആണ് അല്ലേ? ഇത് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ആണ്. അടുത്ത ചോദ്യം. The constitutional validity of section 124A of IPC has been challenged in. IPC സെക്ഷൻ 124A ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ബി. SG വോം മാക്ടറെ വി യൂണിയൻ ഓഫ് ഇന്ത്യ 2022 7 SCC 433. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. The Supreme Court in case of dash held that a reverse application of the principle of the alter ego is not permissible. അതായത് ഈ ഓൾട്ടർ ഈഗോ എന്ന തത്വത്തിന്റെ വിപരീത പ്രയോഗം അനുവദനീയമല്ലെന്ന് ഡാഷ് കേസിൽ സുപ്രീം കോടതി വിധിച്ചു. ഏത് കേസിലാണ് സുപ്രീം കോടതി വിധിച്ചത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. സുനിൽ ഭാരതി മിറ്റാൽ വി CBI 2015 for SCC 609. അടുത്ത ചോദ്യം. Under section 410 of IPC, a property is called stolen property if its possession has been transferred by. അതായത് IPC സെക്ഷൻ 410 പ്രകാരം ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ഇനി പറയുന്ന വ്യക്തികള് കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മോഷ്ടിച്ച സ്വത്ത് എന്ന് വിളിക്കുന്നു. 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. theft or extortion or robbery or criminal breach of trust. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. Dead men are not persons in the eye of law. However, the law protects a dead man's interest over his. അതായത് മരിച്ചവർ നിയമത്തിന്റെ ദൃഷ്ടിയിൽ വ്യക്തികളല്ല. എന്നിരുന്നാലും നിയമം മരിച്ചയാളുടെ താല്പര്യത്തെ സംരക്ഷിക്കുന്നു അയാളുടെ താല്പര്യങ്ങളെക്കാൾ. 4 ഓപ്ഷൻ ഉണ്ട്. ഏത് ആണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ബോഡി, റെപ്യൂട്ടേഷൻ ആൻഡ് എസ്റ്റേറ്റ്. Dead men are not persons in the eye of law. However, the law protects a dead man's interest over his body, reputation and estate. അടുത്ത ചോദ്യം. The Supreme Court in Independent Thought v. UOI 2017 10 SCC 800 held that. അതായത് സുപ്രീം കോടതി ഇൻ പ്രസന്റ് തൊട്ട് UOI 10 SCC 800 ഇങ്ങനെ സാധിച്ചു. എങ്ങനെയാണ് സാധിച്ചത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം?
ഓപ്ഷൻ ബി ആണല്ലേ. സെക്ഷുവൽ ഇന്റർകോഴ്സ് ബിറ്റ്വീൻ എ മാൻ ആൻഡ് ഹിസ് വൈഫ് ബീയിങ് എ ഗേൾ ബിറ്റ്വീൻ 15 and 18 years ഓഫ് ഏജ് ഈസ് റേപ്പ്. അതായത് 15നും 18നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടി ആയിരിക്കുമ്പോൾ ഭാര്യയും പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ബലാത്സംഗമാണ്. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഇൻ റെസ്പെക്ട് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി, the right of the bailor and bailey are, അതായത് ജാമ്യക്കാരുടെയും ജാമ്യക്കാരനെയും സംബന്ധിച്ചിടത്തോളം ജാമ്യക്കാരനെയും ജാമ്യക്കാരന്റെയും അവകാശങ്ങൾ 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. എന്താണ്? ബെയിലർ ഹാസ് റൈറ്റ്സ് ഇൻ re propria but the bailey has rights in re alina. അതാണ് കറക്റ്റ് ആൻസർ. ബെയിലർക്ക് റീ പ്രോപ്പർട്ടിയിൽ അവകാശമുണ്ട്, പക്ഷേ ബെയിലിക്ക് റീ അലിവേഷനിൽ അവകാശം ഉണ്ട്. അടുത്ത ചോദ്യം. A puts a biscuit as bait for a dog on his pocket and shows the biscuit to his neighbor's dog, thereby inducing him. The dog begins to follow. A is guilty of, അതായത് എ എന്നയാള് ഒരു നായക്ക് ചൂണ്ടയായി ഒരു ബിസ്ക്കറ്റ് പോക്കറ്റിൽ വയ്ക്കുന്നു. അയൽക്കാരന്റെ നായക്ക് ബിസ്ക്കറ്റ് കാണിച്ച് കൊടുക്കുന്നു. അങ്ങനെ നായ എയെ പിന്തുടരുന്നു തുടങ്ങുന്നു. എ കുറ്റക്കാരനാണ്. ഏത് കുറ്റക്കാരനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. തെഫ്റ്റ് ആണല്ലേ. തെഫ്റ്റ്. അടുത്ത ചോദ്യം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ഡിഫറൻഷ്യൽ അസോസിയേഷൻ തിയറി ഓഫ് സൗത്തർലാൻഡ്. നെതർലാൻഡ്സിന്റെ ഡിഫറൻഷ്യൽ അസോസിയേഷൻ സിദ്ധാന്തത്തെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1, 2, 3 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി ഏതാണ് ശരി ഉത്തരം എന്ന്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഓൾ ആർ ഇൻകറക്റ്റ് ആണ്. ഓൾ ആർ ഇൻകറക്റ്റ്, എല്ലാം തെറ്റാണ്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് വൈറ്റ് കോളർ ക്രൈം? അതായത് താഴെ പറയുന്നവയില് ഏതാണ് വൈറ്റ് കോളർ കുറ്റകൃത്യം? 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നോക്കിയിട്ട് ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ നോക്കി കറക്റ്റ് ആൻസർ ഏതാണെന്ന് പറയുക. ഏതാണ്? കണ്ടുപിടിച്ചോ. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഏതാണ്? 1 and 2, അതായത് ബെർബറി ആൻഡ് ഐഡന്റിറ്റി തെഫ്റ്റ്. അടുത്തത്. Which of the following statement is correct regarding death sentence in India? അതായത് ഈ ഇന്ത്യയിലെ വധശിക്ഷയെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? കണ്ടുപിടിച്ചോ. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. Its constitutionality was upheld for the first time in Jagmohan Singh v. State of UP AIR 1973 1 SCC 20. അതായത് ജാഗ്മോഹൻ സിംഗ് സ്റ്റേറ്റ് ഓഫ് UP ആകാശ് 1 SCC 20 എന്ന കേസിൽ ആദ്യമായി അതിന്റെ ഭരണഘടന സാധുതകൾ ഉയർത്തിപ്പിടിച്ചു. അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.